നമസ്കാരം. നമ്മളപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒരു സഹായത്തിനായിട്ട് നമ്മളെല്ലാം ചേർന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഇന്നോവയ്ക്കകത്താണ് കൊണ്ടുപോകാനാണ്. പക്ഷെ ഒരുപാട് സാധനങ്ങൾ കിട്ടി. അതിലുപരി നമ്മളെ ഈ ഒരു ഒന്നും ചിന്തിക്കാതെ തന്നെ ഈ ഒരു കളക്ടിംഗ് പോയിന്റായിട്ട് ജബിലാലിൽ അൽസാബിദ് നമ്മളെ സഹായിച്ചു. അതുപോലെ തന്നെ വണ്ടി വെറൈറ്റി മാർബിൾസ്, അതുപോലെ ഈ സിയാദ്ക്കായും ഒരുപാട് പേര്, ഒരുപാട് നല്ല മനസ്സുള്ളവർ നമ്മളോട് ഇപ്പോഴും ഈ നിമിഷവും നിങ്ങൾ പോയോ, നിങ്ങൾ എപ്പോഴേ എത്തുന്ന ആ രീതിയിൽ നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ മനുഷ്യരോടൊക്കെയുള്ള സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ഇത് ഈ കാണുന്ന രീതിയിൽ ഇത്ര വലിയ രീതിയിൽ സാധനങ്ങൾ തന്ന നിങ്ങൾ ഓരോരുത്തരോടും വലിയ രീതിയിലുള്ള നന്ദി കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക. എല്ലാ കാര്യങ്ങൾക്കും തുടക്കം തൊട്ട് കൂടെ എന്ന ഹുസൈനക്കായാലും ഈ നിൽക്കുന്ന ഓരോ ആൾക്കാരായാലും പാക്കിംഗ് സമയത്തും ഓരോ സെക്ഷനുകളിലും ഞങ്ങളോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടത് സെഞ്ചുറി മൈനാപ്പിളിൽ നിന്നൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് നമ്മൾ വീഡിയോ ഇട്ടിന് പിറ്റേന്ന് തന്നെ ഒരു വണ്ടി നിറച്ച് സാധനം ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ. അത് നിങ്ങൾ ക്യാരംസ് ബോർഡ് കളിച്ചോണ്ടിരുന്നത് ആ കുഞ്ഞുങ്ങള് ആ കളിക്കുന്ന ബോർഡ് നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ, അവർക്ക് വേറെ തരാനില്ല. അവരുടെ കയ്യിൽ എത്രയൊക്കെ തന്നെ ഉള്ളൂ. ആ ഉള്ളത് നമുക്ക് വേണ്ടി തരികയാണ്. നമുക്ക് വേണ്ടിയല്ല, നമ്മളാ ഇവർക്ക് ഈ ദുരിതബാധിതർക്ക് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കുന്നത്. നമ്മൾ പുതിയൊരു ബോർഡ് നമ്മൾ മേടിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് ഓരോ സഹോദരിമാര് അവരൊരാ തുച്ഛമായ വരുമാനത്തിൽ കിട്ടുന്ന അതായത് വേതനത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ എത്തിക്കാൻ അവരെ സാധിച്ച് അതിനെല്ലാം വളരെയേറെ നമ്മൾ നന്ദി പറയുന്നു. അവരോട് എല്ലാവരോടും നമുക്ക് നന്ദി മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇനി പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മള് വയനാട്ടിലേക്കുള്ള സാധനമായിട്ട് നാസർ മാനിക്കാട് എത്തിയിരിക്കുകയാണ്. നാസർ മാനിക്ക എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരുപാട് കഴിഞ്ഞ വട്ട പ്രളയകാലത്തെല്ലാം ഒരുപാട് പേര് സഹായിച്ചുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നാസർ മാനിക്ക ഇത് എന്ന് നമ്മൾ വയനാട്ടിൽ പ്ലാൻ ചെയ്യുന്നത് 16-ാം തീയതി ഇവിടെ പോകും. 17-ാം തീയതി നമ്മളവിടെ എത്തിക്കും. നമ്മളെ കൊല്ലത്ത് നിന്ന് കനകാപ്പള്ളിയിൽ നിന്ന് നിങ്ങൾ മനുഷ്യസ്നേഹികൾ കൊടുക്കുന്ന ഈ സാധനം നമുക്ക് ആ 54 വീടുകളുണ്ടാവും, അവർക്ക് എത്തിച്ചു കൊടുക്കാം. ഈ സഹജീവികൾക്ക് സാന്ത്വനം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽപ്പെട്ട ഒരുപാട് നല്ല മനുഷ്യര് നമ്മളോടൊക്കെ ചേർന്ന് നിന്നിട്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കൃത്യമായിട്ട് ഒരു ഉത്തരവാദിത്വത്തോടെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതും, അതുപോലെ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു. നമ്മൾ ആഗ്രഹിച്ച ഒന്നുമില്ല, അർഹതപ്പെട്ടവർ കിട്ടണം. അപ്പൊ നമ്മൾ തിരക്കിയപ്പം നാസർ മാനിക്ക ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അർഹതയിലെത്തും നമുക്ക് അറിയാം. ഞാൻ ഒരു 21-ാം വാർഡിൽ നിന്ന് കൗൺസിലറും എല്ലാവരോടും എത്തിയിരിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി വാർഡിലുള്ളവർ ചേർന്ന് ഒരുമിച്ച് കൊടുക്കാം. നാസർ മാനിക്കയുടെ നേതൃത്വത്തിലാക്കി ചെയ്യുന്നത്. അതായത് ഞങ്ങൾ 17-ാം തീയതി അവിടെ ഒരുമിച്ച് കൂടി സ്ഥല സൗകര്യം ഞാൻ അവർക്ക് ഓഫർ കൊടുത്ത് വീട് അവരും നിർമ്മിക്കുക. അത്ഭുതമാണ് ഇതിട്ടാ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളായിട്ട് നമ്മുടെ ചൂരൽമലയിലെ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കും സഹായം എത്തിക്കാനും, അതേമാതിരി കണ്ണൂര് തലശ്ശേരിയിൽ നിന്ന് ഇല്ലേ പാനൂരിൽ നിന്ന് ഒരു വീട് നമ്മുടെ ചൂരൽമലയിലുള്ള കുടുംബങ്ങൾക്ക് ഒരു വീട് ഒരുക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു പുണ്യപ്രവർത്തിക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിന് നടുവില മലപ്പുറത്താണ്. നോക്കണം, പക്ഷേ ഇതിനൊക്കെ സഹായിച്ച അല്ലെങ്കിൽ സഹകരിച്ച ഓടി എത്തി നടക്കുന്ന ആൾക്കാർക്ക് ഇത് ലോകത്തിന്റെ പ്രതിഫലം 1000 മടങ്ങ് കൊടുക്കട്ടെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ നിമിഷത്തിൽ നമ്മളെ ഒരു വീഡിയോ ഇട്ടപ്പം നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കരുനാഗപ്പള്ളിക്കാർ ഒന്നും നോക്കുന്ന സാധനം എല്ലാവർക്കും ഞങ്ങൾ വീണ്ടും നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള ജനകീയ ആൾക്കാർക്ക്, അതായത് സ്നേഹത്തിന്റെ ഉള്ളിൽ നന്മ മാത്രമല്ല എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാണ്. ദുആ ചെയ്യും ഞങ്ങൾ അള്ളാഹിനോട് നിങ്ങൾക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ്. അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വരെ വന്നപ്പം ഇതുപോലുള്ള വലിയ മനുഷ്യ സ്നേഹികളെ പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ട്.